എല്ലാവർക്കും നമസ്കാരം. ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു മഹാസംഭവത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമസ്കാരം. നന്ദി സാർ. തിരുമലബാർ സഭയുടെ മെത്രാപ്പൊലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി അല്ലേ? അതെ, സന്തോഷം. പേര് വിളിച്ചതിൽ എന്താ ഇത്ര സന്തോഷത്തിന് കാരണം? ഇപ്പോൾ ആരും തന്നെ ഇത്രയും ബഹുമാനത്തോടെ വിളിക്കാറില്ല. പാമ്പ്, പാമ്പ്ലാനി, കൂമ്പ്ലാനി, ചതിയൻ ചന്തു എന്നൊക്കെയാണ് പലരും വിളിക്കുന്നതും പറയുന്നതും. പിന്നെ ഇവിടെ പറയാൻ കൊള്ളാത്ത ചില വാക്കുകളും അവർ പറയാറുണ്ട്. അപ്പോൾ സാറിനെ പോലെ ഒരാൾ ആർച്ച് ബിഷപ്പ് വികാരി എന്നൊക്കെ പറഞ്ഞ് ആദരിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇവരുടെ കൂട്ടത്തിലെന്ന് വെച്ചാൽ അവർ അത്രയൊക്കെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ അൽമായര് അവർ പറയുന്നത് അവർക്കേ അറിയൂ. ഞാൻ ഇതെല്ലാം കർത്താവിൻ്റെ കുരിശ് പോലെ സന്തോഷത്തോടെ വഹിക്കുകയാണ് സാർ. അയാൾ പറയുന്നത് വ്യാജമാണ്. വ്യാജം മാത്രമേ അയാൾ പറയൂ. കുരിശെടുക്കുമ്പോൾ പോലും അയാൾ വ്യാജം കാണിക്കും. ഈ ചിത്രം നോക്കണം സാർ. അയാൾ എടുത്തിരിക്കുന്നത് വെറും പൊള്ള കുരിശാണ് സാർ. മിസ്റ്റർ പാമ്പ്ലാനി, നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ കുരിശ് കണ്ടിട്ട് ഒരു 100 കിലോ തോന്നും. അത്രയും എടുക്കാനുള്ള തടിമെടുക്ക് കണ്ണൂർക്കാരനായ താങ്കൾക്കുണ്ട് താൻ. ശരിക്കിത് എത്ര കിലോ തൂക്കം വരും? നോക്കിയില്ല സാർ. ആഹാ, അത് കൊള്ളാലോ. തൂക്കി നോക്കിയില്ലെങ്കിലും ഏതൊരു സാധനവും കയ്യിലെടുക്കുമ്പോൾ ഏകദേശ ഭാരം തോന്നുമല്ലോ. അത് പറയാമോ? അത് പ്രതീകാത്മകമായി എടുത്തതാണ് സാർ. ഏതാണ്ട് 1/2 കിലോ വരും. അയ്യോ എൻ്റെ അമ്മോ, പ്ലീസ് കൺട്രോൾ. മിസ്റ്റർ പാമ്പ്ലാനി, പ്രതീകാത്മകമായി എടുത്തതാണെങ്കിലും അത് പരിഹാസ്യമായിട്ടേ തോന്നൂ. താങ്കളെപ്പോലെ ഒരാൾക്ക് ഈ വേഷം കെട്ടിന്റെ ആവശ്യമില്ലായിരുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഒപ്പം മലകയറുന്ന 2 മെത്രാന്മാരുടെ കയ്യിൽ ഒരു ഈർക്കിലി കുരിശ് പോലുമില്ല. നിങ്ങൾ തനിച്ചാണ് ഈ സഭയുടെ ഭാരമെല്ലാം ചുമക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് എടുക്കാൻ മേലാത്ത കുരിശാണെങ്കിൽ ഏതെങ്കിലും ഒരു ശിമയോനെ കണ്ടുപിടിച്ച് അയാളെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് ചുമക്കണം. രണ്ടും വയ്യെങ്കിൽ ഇട്ടിട്ട് പോകുന്നതല്ലേ നല്ലത്. കുരിശ് ചുമക്കുന്നു എന്നും പറഞ്ഞ് സഭയെ വഞ്ചിക്കരുത് സാർ. ഇയാൾ അസൽ വഞ്ചകനാണ് സാർ. വെയിറ്റ്. മിസ്റ്റർ പാമ്പ്ലാനി, തിരുമലബാർ സഭയിലെ ഏറ്റവും പ്രസിദ്ധനായ ബിഷപ്പ് നിങ്ങളാണ് അല്ലേ? സാർ പറഞ്ഞത് ശരിയാണ്. ഇക്കാര്യമൊക്കെ സാറിന് അറിയാമല്ലോ എന്ന് കാണുമ്പോൾ വീണ്ടും ഒത്തിരി സന്തോഷമാണ്. വേണ്ട, അങ്ങനെ ഒത്തിരി സന്തോഷിക്കണ്ട. പ്രസിദ്ധി 2 തരമുണ്ടല്ലോ, സുപ്രസിദ്ധി, കുപ്രസിദ്ധി. നിങ്ങളിതിൽ ഏതിൽ പെടും? സുവോ കുവോ? നിങ്ങൾ പ്രസിദ്ധനാണ്, പക്ഷേ സുവല്ല, കുവാണ്, കുപ്രസിദ്ധൻ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് ബിഷപ്പുമാർക്കും വൈദികർക്കും അൽമായർക്കും ഇടയിൽ ഞാൻ രഹസ്യമായി നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ കിട്ടിയ റിപ്പോർട്ടുണ്ട് എൻ്റെ കയ്യിൽ. സാർ ഇവിടെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതിൽ വിഷമമുണ്ട്. ഈ സർവേയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് സമൂഹം പറയുന്ന സത്യമാണ്. സത്യം പറയുമ്പോൾ ആക്ഷേപമായി തോന്നുന്നത് സത്യത്തെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവർക്കാണ്. മിസ്റ്റർ പാമ്പ്ലാനി, നിങ്ങൾ മൂലം ഈ സഭയിലെ 50 ലക്ഷം വിശ്വാസികളും യേശു ക്രിസ്തു പോലും വിഷമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. വരാം സാർ, വരാം. എനിക്ക് വേറെ അത്യാവശ്യങ്ങളൊന്നുമില്ല. ഇതൊന്ന് തീർത്തെടുക്കണം. ഇയാളെ ഒന്ന് പൊളിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. തൽക്കാലം അത്രയും വേണ്ട. പൊളിക്കലൊക്കെ പിന്നെ ആകാം. ഭരണാധികാരികൾ ജനങ്ങൾക്കെതിരെ കേസ് കൊടുത്തതായി കേട്ടിട്ടില്ല. എൻ്റെ കോടതിയിൽ അങ്ങനെ ഒരു കേസ് ഒരിക്കലും വന്നിട്ടേയില്ല. എന്നാൽ ജനങ്ങൾ ഭരണാധികാരികൾക്കെതിരെ കേസ് കൊടുക്കാറുണ്ട്. അത്തരം കുറെ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അതിലൊക്കെ ജനങ്ങളാണ് ജയിച്ചത് എന്നതാണ് അത്ഭുതകരം. അതാണ് ജനങ്ങളുടെ ശക്തി. നിങ്ങൾ വിശ്വാസികൾക്കെതിരെ കുറെ കേസുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഞാൻ നടത്തിയ സർവേയിൽ നിങ്ങൾക്ക് സൂവിന് പകരം കൂ കിട്ടിയത്. എന്തായാലും നിങ്ങളുടെ കേസിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മിസ്റ്റർ പാമ്പ്ലാനി, ഈ അവസരം നിങ്ങളുടെ പദവിക്ക് തക്ക വിവേകത്തോടെ ഉപയോഗിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീർക്കാം.
ഇവിടെ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പ്രശ്നങ്ങൾ തീരും. അത് ജനങ്ങൾ തീർക്കും. പക്ഷേ അതോടെ നിങ്ങളുടെ കാര്യവും തീരും. ഐ മീൻ നിങ്ങളുടെ ഈ കുപ്പായത്തിന്റെ കാര്യം. സാറ് മുൻകൂട്ടി വിധി എഴുതിയ പോലെ എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ല. ആ മിസ്റ്റർ പാമ്പ്ലാനി, നിങ്ങൾക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ല അല്ലേ? നിങ്ങൾക്ക് എന്തിലെങ്കിലും വിശ്വാസമുണ്ടോ? നിങ്ങളിൽ തന്നെയോ ദൈവത്തിലോ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഈ പ്രശ്നം തീർത്തേ പറ്റൂ. സാർ, ഇയാൾക്ക് ഒന്നിലും വിശ്വാസമില്ല. സഭയിലും ദൈവത്തിലും സ്വന്തം പാരമ്പര്യത്തിലും പോലും അയാൾക്ക് വിശ്വാസമില്ല. പിന്നെ അയാൾക്ക് കോടതിയിൽ വിശ്വാസം കാണുമോ? ഇതാണ് നിങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രം. നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കിയ നിയമങ്ങളും കൽപ്പനകളും കുർബാന സംബന്ധിച്ച സർക്കുലറുകളും കോടതിയിൽ കൊടുത്ത കേസുകളും എല്ലാം ഇതിലുണ്ട്. കൂടാതെ ഈ സംഗതികളെല്ലാം ഇതിലുമുണ്ട്. ഇതിലുള്ളതിനു പുറമെ മറ്റൊന്നും ഇവിടെ കൂട്ടിച്ചേർക്കാനോ പരിഗണിക്കാനോ തൽക്കാലം വകുപ്പില്ല. ഇത് മാത്രം വെച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഇത് മാത്രം വെച്ചായിരിക്കും നമ്മുടെ തീരുമാനം. ആട്ടെ, ഏകീകൃത കുർബാന സംബന്ധിച്ച് നിങ്ങൾ ഇറക്കിയ കൽപ്പനകൾ പാലിക്കരുത് എന്നാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാട്? ഏകീകൃത കുർബാന ചൊല്ലണമെന്നും അത് മാത്രമേ പാടുള്ളൂവെന്നും അല്ലാത്ത കുർബാന ചൊല്ലുന്നവർ സഭയ്ക്ക് പുറത്താകുമെന്നും നിങ്ങൾ തന്നെയല്ലേ കൽപ്പിച്ചത്? അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ പുറത്താക്കിയോ? ഏകീകൃത കുർബാന തന്നെ എല്ലാ പള്ളികളിലും നടപ്പിലായി കിട്ടണമെന്ന് മാത്രമല്ലേ ഈ വിശ്വാസികൾ ആവശ്യപ്പെട്ടത്? അതുകൊണ്ട് അവരെങ്ങനെ തെമ്മാടികളാകും? സാർ, എനിക്ക് ഇച്ചിരി പറയാനുണ്ട്. നിങ്ങൾക്ക് സമയം തരാം എന്ന് പറഞ്ഞില്ലേ? അവിടെ ഇനി മിണ്ടരുത്. മിസ്റ്റർ പാമ്പ്ലാനി, പറയൂ. ഇത് നടപ്പാക്കാൻ ഞാൻ ഉൾപ്പെടെ എല്ലാ സെനഡ് പിതാക്കന്മാരും പരമാവധി നോക്കി സാർ. പക്ഷെ എറണാകുളത്തെ വൈദികർ അനുസരിക്കുന്നില്ല സാർ. അതാണ് പ്രശ്നം. നിങ്ങൾ സ്വയം പിതാക്കന്മാർ എന്ന് അവകാശപ്പെടുന്നത് ശരിയാണോ? ആരാണ് നിങ്ങൾക്ക് ആ പട്ടം തന്നത്? സിനഡ് ബിഷപ്പുമാർ എന്ന് പറഞ്ഞാൽ പോരെ? പിന്നെ അനുസരിക്കാത്തവരെ കൊണ്ട് അനുസരിപ്പിക്കാനും വേണമെങ്കിൽ ശിക്ഷിക്കാനും നിയമമില്ലേ? അതെന്താ നിങ്ങൾ പ്രയോഗിക്കാത്തത്? അങ്ങനെയല്ലേ നിയമം നടപ്പാക്കുന്നത്? കാലുപിടിച്ചിട്ടൊന്നും അല്ലല്ലോ. ഈ വൈദികൻ പറയുന്നത് കേട്ടോ? നിങ്ങളുടെ പ്രത്യേക കോടതിയുടെ ജഡ്ജിയല്ലേ ഈ മാന്യദേഹം? നിയമമില്ലാതെ നിയമവാഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ഓർഗനൈസേഷൻ എന്താണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള നിയമം ഉണ്ടാകണം. പരിധിക്ക് പുറത്ത് ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ നിയമം ഞാൻ അംഗീകരിക്കില്ല. വേണ്ട, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകാം. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് പോലീസില്ല, പട്ടാളവും ഇല്ല, ജയിലും ഇല്ല. പക്ഷേ സഭയ്ക്കകത്തുനിന്ന് പുറത്താക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വല്ലതും ചെയ്താൽ അവന്മാര് നമ്മളെ പറ്റി ഇല്ലാവചനം പറഞ്ഞ് ഔഖ്യാതി പറഞ്ഞ് നാറ്റിച്ച് കളയും സാർ. അതൊരു വല്ലാത്ത വർഗമാണ് സാർ ഈ വിമത വൈദികർ. ഇനി ചോദിക്കട്ടെ, വിമതർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എതിർക്കുന്നവർ എന്നേ അർത്ഥമുള്ളൂ. എന്തിനാണ് അവർ എതിർക്കുന്നത്? ഏകീകൃത കുർബാനയെ. കഷ്ടം. എന്നാൽ അവരുടെ പേരിലല്ലേ നിങ്ങൾ നടപടിയെടുക്കേണ്ടത്, കേസ് കൊടുക്കേണ്ടത്? പറഞ്ഞതുപോലൊക്കെ തന്നെ ചെയ്ത വിശ്വാസികൾക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തത് എന്തിനാണ്? അവരെ തെമ്മാടികൾ എന്ന് വിളിച്ചത് എന്തിനാണ്? ആ ധിക്കാരികളായ വൈദികരല്ലേ തെമ്മാടികൾ? നിയമം പാലിച്ചവർ തെമ്മാടികളും നിയമം ലംഘിച്ചവർ വിശുദ്ധരുമാകുന്നത് നിങ്ങളുടെ കാനോൻ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പാമ്പ്ലാനി? ശവത്തിൽ കുത്തരുത് സാർ, പ്ലീസ്. വിമതർ എന്നൊരു കൂട്ടം പണ്ടേ ഉണ്ടായിരുന്നോ? ഇപ്പോഴെത്ര പേരുണ്ട്? ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് സാർ ആ എതിർപ്പുണ്ടാകുന്നത്, ആ പേര് വീണത്. അന്ന് എത്ര പേരുണ്ടായിരുന്നു? ആരൊക്കെ? 2 പേര്, മുണ്ടാടനും അളിയനും. എന്താ? അളിയനോ? അളിയനല്ല, തളിയൻ, സെബാസ്റ്റ്യൻ തളിയൻ. പറഞ്ഞപ്പോ അങ്ങ് തെറ്റിപ്പോയതാണ് സാർ. ആട്ടെ, ഇപ്പോൾ എത്ര വിമതരുണ്ട് കൃത്യമായി പറയാൻ പറ്റുമോ? കൂടിയാൽ 100-100 പേര് കാണും. ആദ്യം തന്നെ മുണ്ടാടനെയും തളിയനെയും പുറത്താക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരില്ലായിരുന്നു. പുകഞ്ഞ കൊള്ളികൾ പുറത്തെറിയുകയല്ലേ പതിവ്. സാർ, എനിക്ക് ഇച്ചിരി പറയാനുണ്ട്. ഐ ടോൾഡ് യു ടു വെയിറ്റ്. എല്ലാം കൈവിട്ടുപോയി സാർ. കൈവിട്ടുപോയത് തിരിച്ചു പിടിക്കാനാണല്ലോ നമ്മുടെ ശ്രമം.
കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നഷ്ടമാകില്ല എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും? കാര്യം ശരിയാണ് സാർ. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ ഇനി പറയൂ, കേൾക്കട്ടെ. സാറ്, ഈ മനുഷ്യൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വ്യാജവും വഞ്ചനയുമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് കണ്ടോളൻസ്, ആദരാഞ്ജലികൾ അയച്ച മാന്യനാണ് ഇയാൾ. 10 കൽപ്പനകളിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതായതുകൊണ്ട് ഏത് പാപവും ദൈവത്തിനെതിരെയാണെങ്കിലും ദൈവത്തെ അവഹേളിക്കുന്നതാണ് ഏറ്റവും ഗുരുതരമായ പാപം എന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്, ഇവര് തന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. കുർബാനയെ അവഹേളിക്കുന്നത് വഴി ഇയാളും സകല വിമത വൈദികരും 1-ാം പ്രമാണം ലംഘിച്ചു. കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു വൃദ്ധ വൈദികനെ ഒരു കൊച്ചു വൈദികൻ മർദ്ദിച്ചു. ലൈംഗിക പീഡനവും വ്യഭിചാരവും മോഷണവും ഉൾപ്പെടെ സകല തിന്മകളിലും ഏർപ്പെട്ട് ഇവർ 10 കൽപ്പനകളും ലംഘിച്ചിട്ടും എല്ലാം രമ്യമായി പരിഹരിക്കൂ എന്ന് പറഞ്ഞ് ഇയാളെല്ലാം എഴുതി തള്ളി സാർ. ജ്വാലകളായി ജ്വലിച്ചുയരാൻ വരുന്നു ഞങ്ങൾ വേണം ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന. അതായത് ഇവരുടെ വിശ്വാസത്തിൽ ഒന്നും പാപമല്ല. ഇവർക്ക് 10 പ്രമാണം എന്നല്ല, ഒരു പ്രമാണം പോലും ഇല്ല എന്നാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഞങ്ങൾ വിശ്വാസികളെ ഈ മനുഷ്യൻ തെമ്മാടികളെന്നും യൂദാസ് എന്നുമാണ് വിളിച്ചത് സാർ. ഈ വീഡിയോ ഒന്ന് കാണണം സാർ. യൂദാസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സഭയിലും ഇത്തരം യൂദാസുമാരുണ്ട്. പക്ഷേ സത്യം സത്യമായി നിങ്ങൾ തിരിച്ചറിയണം. ഇപ്രകാരം തിരുസഭയെ ഒറ്റിക്കൊടുക്കുന്നവൻ സ്നേഹിക്കുന്നത് അവനെ മാത്രമാണ്, അവന്റെ നിക്ഷിപ്ത താല്പര്യങ്ങളെ മാത്രമാണ്, അവന്റെ നിലപാടുകളെ മാത്രമാണ്. അവരുടെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവ് ബാധിച്ച യൂദാസാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ശരിക്കും യൂദാസിനെ ബാധിച്ച ദുഷ്ടാത്മാവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ യൂദാസിന്റെ മനസ്സ് നമ്മെ പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരു മനസ്സാണ്. സഭയെ ഇത്രയും വഞ്ചിച്ചിട്ട് ഇയാൾ വിശ്വാസികളെ യൂദാസായി ആക്ഷേപിക്കുന്നത് ശരിയാണോ സാർ? ശരിക്കും ഇയാൾ 100 യൂദാസാണ് സാർ. ഓക്കെ, എല്ലാം കേട്ടു. മിസ്റ്റർ പാംബ്ലാനി, അടുത്തിടെ ഏതാനും വൈദികർ പോക്സോ കേസിലും മറ്റും അറസ്റ്റിലായെന്ന് കേട്ടല്ലോ. അവരുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തോ? അവരെ പുറത്താക്കി കൽപ്പന ഇറക്കിയിട്ടുണ്ട് സാർ. ഒന്ന് ചോദിക്കട്ടെ, വ്യഭിചാരമാണോ ദൈവനിന്ദയാണോ കൂടുതൽ ഗുരുതരമായ പാപം നിങ്ങളുടെ നിയമപ്രകാരം? അത് ദൈവനിന്ദയാണ് സാർ. കുർബാനയെ അവഹേളിക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ നിന്ദിക്കുക എന്നല്ലേ? അത് ചെയ്ത വൈദികരുടെ പേരിൽ നടപടിയെടുക്കാത്ത നിങ്ങൾ വ്യഭിചാരം ചെയ്ത വൈദികരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവനിന്ദ ചെയ്തവരുടെ കുറ്റങ്ങൾ നിങ്ങൾ രമ്യമായി പരിഹരിച്ചുവെങ്കിൽ വ്യഭിചാര പോക്സോ കേസുകളും രമ്യമായി പരിഹരിച്ചു കൂടായിരുന്നു? ചുരുക്കത്തിൽ ഈ വിശ്വാസികൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒന്നും പാപമല്ല എന്നാണ് വ്യക്തമാകുന്നത്. വിശ്വാസികളെ നന്മയുടെ പാതയിൽ നയിക്കേണ്ട നിങ്ങൾ തിന്മയെ വളർത്തുകയല്ലേ ചെയ്യുന്നത്? അക്രൈസ്തവനായ എനിക്ക് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരുന്നല്ലോ എന്ന് ഞാൻ ലജ്ജിക്കുന്നു. എന്ന് പറയുന്ന മെത്രാൻ ഇറങ്ങിപ്പോട്ടെ സാർ. വേറെ ആമ്പിള്ളേരുണ്ട് ഇവിടെ ഈ സഭയെ ഭരിക്കാൻ. ഹലോ, മതി. മിസ്റ്റർ പാംബ്ലാനി, ക്രിസ്തു തോൽക്കുമോ എവിടെയെങ്കിലും? നിങ്ങളല്ലേ ക്രിസ്തുവിനെ തോൽപ്പിക്കുന്നത്? വൈദികരുടെ എതിർപ്പാണ് സാർ പ്രശ്നം. അല്ല, നിങ്ങളാണ് ആ എതിർപ്പ് വളർത്തിയത്. പെരുമ്പാമ്പിനെ സ്വന്തം കട്ടിലിൽ കിടത്തി വളർത്തിയ മന്ദനെ ഒടുവിൽ പെരുമ്പാമ്പ് വിഴുങ്ങിയ കഥ കേട്ടിട്ടില്ലേ? അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. ഈ വിമത പെരുമ്പാമ്പുകൾ പാംബ്ലാനിയെ പൂർണ്ണമായി വിഴുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ 2-3 കടുത്ത വിമതരെ ഡിസ്മിസ് ചെയ്യുക. ഏകീകൃത കുർബാന ചെല്ലാമെന്ന സമ്മതം മറ്റുള്ളവരിൽ നിന്ന് എഴുതി വാങ്ങുക. അതിന് സമ്മതമല്ലാത്തവരെയും കൂടെ പുറത്താക്കുക. ബാക്കിയുള്ളവർ മതി സഭയെ നിലനിർത്താൻ. നഞ്ചെന്തിനാണ് നാനാഴി പാംബ്ലാനി? തലശ്ശേരിയിൽ നിങ്ങൾക്ക് ഒരു നയം,
എറണാകുളത്ത് നേർ വിപരീതം മറ്റൊരു നയം. നിങ്ങൾ ക്രിസ്തുവിനും സഭയ്ക്കും ഒപ്പമാണെങ്കിൽ സഭയും മാർപ്പാപ്പയും നിശ്ചയിച്ച ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ എന്താണ് തടസ്സം? കോടതി കൽപ്പിച്ചാൽ എനിക്ക് മറുത്ത് പറയാൻ കഴിയില്ല സാർ. എങ്കിൽ 1 മാസത്തിനകം എല്ലാ പള്ളികളിലും പൂർണ്ണമായി ഏകീകൃത കുർബാന നടപ്പിലാക്കിയെന്ന റിപ്പോർട്ട് അടുത്ത 16-ാം തീയതി ഈ കോടതിയിൽ കിട്ടിയിരിക്കണം. ആയിക്കോട്ടെ സാർ. ജയ് ജയ് യേശു ക്രിസ്തു, ജയ് ജയ് ഏകീകൃത കുർബാന. യേശു ക്രിസ്തു നീണാൾ വാഴട്ടെ, ഏകീകൃത കുർബാന നീണാൾ വാഴട്ടെ. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം.